ഹായ്, ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ ഫ്രണ്ട്സൊക്കെ അവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തിരക്കായത് കാരണം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല. ഇന്ന് ഈ ചിക്കൻ്റെ മീറ്റ് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല. പക്ഷേ ഈ ചിക്കൻ്റെ ഈ പാർട്സ് ഉണ്ടല്ലോ, നമ്മുടെ ലിവർ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെ താളിച്ച് മൂളിച്ചൊന്നും ചെയ്യണത് ഇഷ്ടമില്ല. എല്ലാ ചേരുവകളും കൂടി പുരട്ടി എണ്ണ ഒഴിച്ച് അവിടെ വെച്ച് ഡ്രൈ ആക്കി എടുക്കും. നല്ല ടേസ്റ്റാണത്. പക്ഷെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ എല്ലാം കൂടെ എല്ലാം പുരട്ടി ഞാൻ അടുപ്പിൽ, പിന്നെ അത് പ്രിപ്പയർഡായി വരാനായിട്ട് കുറേ സമയം പിടിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് അറിയില്ല അങ്ങനെ പിടിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാനിത് ശരിയാക്കി കഴിഞ്ഞ് ഫ്രൈ ആയിട്ടുള്ളത് കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി ഇതുണ്ടാ, ഇതിന് ഇത്തിരി വേവ് കൂടുതലാണല്ലോ. ഇതിൻ്റെ ഈ എന്താ വട്ടം എന്നൊക്കെ പറയുന്ന സാധനത്തിന് ഒത്തിരി വേവ് കൂടുതലാണ്. അത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചു. അതിന് ശേഷം ഈ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ലിവർ നന്നായിട്ട് വെള്ളമൊക്കെ കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ചേരുവകൾ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, കുരുമുളക് പൊടി, അല്പം കാശ്മീരി ചില്ലി, ഒരു പേരിന് മല്ലിപ്പൊടി, അതൊരു ചോയ്സാണ് കേട്ടോ. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഈ നമ്മുടെ ചിക്കൻ്റെ ഈ പാർട്സിലോട്ടിടും. അതിന് ശേഷം ഇങ്ങനെ ഇട്ടതിന് ശേഷം ഗരം മസാലയാണ്, അത് മണം പോകണോണ്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൂടെ അല്പം ഇട്ട് നമ്മുടെ ഓയിൽ, നമ്മൾ ഏത് ഓയിലാണോ നമുക്ക് ഇഷ്ടം ആ ഓയിൽ കുറച്ചിടെ. ഇതിന് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. അപ്പം അതും കൂടെ ഇട്ട് നന്നായിട്ട് കൈ കഴുകിയതാണ് കേട്ടോ. അതുകൊണ്ട് കൈ കൊണ്ട് ഞാനിങ്ങനെ ഞെരടി ഇങ്ങനെ പിഴിഞ്ഞ് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. പക്ഷേ വേവുള്ള സാധനത്തിൻ്റെ വേവ് നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തു. ബാക്കി ഇതാണ് കരൾ, അതിന് വേകാനുള്ള ഈ സവാളയുടെ വെള്ളം എല്ലാം കൂടി ആവും. ഇത് ഞാൻ അടപ്പിൽ വെക്കട്ടെ കേട്ടോ. അടപ്പിൽ വെച്ച് ഇതിന് വെന്ത് കഴിയണ ഒരു ലോങ് ആയിപ്പോൾ എനിക്കതിന് എഡിറ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുപ്പിൽ ഇത് വെച്ചിട്ട് ഇതിങ്ങനെ മൂടി വെച്ച് അടുപ്പിൽ വെച്ചിട്ട് ഇത് മൂടിക്കണം. ഇത് ശരിയാക്കി കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ.